ഹലോ ഗൈസ്, ഹൗ ആർ യു ഡൂയിങ്? വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞങ്ങൾ പോവാണ് ഗൈസ്, വീട്ടിലേക്ക് പോവാണ്. സോ ഇതൊരു വീട്ടിലേക്ക് പോകുന്ന ബ്ലോഗാണ്. ഞങ്ങളെല്ലാം സെറ്റാക്കി ഇറങ്ങാൻ തുടങ്ങാണ് കേട്ടോ. ഇപ്പോഴാണ് വീഡിയോ എടുക്കണം എന്നുള്ള കാര്യം ഓർമ്മ വന്നത്. എനിവേ, ബാക്കി കാര്യങ്ങളൊക്കെ വഴിയേ പറയാം. ഓക്കെ, ഞങ്ങളിനി ഇറങ്ങട്ടെ. ഓക്കെ, ഞാൻ കുറേ പർച്ചേസൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൽ ഇതൊക്കെ പാക്ക് ചെയ്യാനുള്ളതാണ്. ഇന്നാണ് കേട്ടോ എനിക്ക് ഡെലിവറി കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പം ഒന്നും പ്രോപ്പറായിട്ട് എടുത്തു വെക്കാൻ ഒന്നും പറ്റിയില്ല. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. ഒരെണ്ണം എനിക്ക് കറക്റ്റ് അല്ല, സൈസ് കുറച്ച് ഡിഫറൻസ് ഉണ്ട് കേട്ടോ. അത് റിട്ടേൺ ചെയ്യണം. ബാക്കിയെല്ലാം ഇനി പാക്ക് ചെയ്യണം. നാളെയാണ് പോകുന്നത്. ഇന്നിപ്പോൾ ഇതാണ് അവസ്ഥ. ഏകദേശം ഞങ്ങൾ ബാക്കി സാധനങ്ങളൊക്കെ എടുത്തു വെച്ചു കേട്ടോ, ചോക്ലേറ്റ്സും കാര്യങ്ങളൊക്കെ. ഇനിയിപ്പോൾ ഡ്രസ്സും വേറെ വരുന്ന കുറച്ച് കാര്യങ്ങളും കൂടെയൊക്കെ എടുത്തു വയ്ക്കാനുണ്ട്. സോ ഫാസ്റ്റ് ആകട്ടെ. പാക്കിംഗ് ഒക്കെ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി വരുന്നതേ ഉള്ളൂ. എല്ലാം കൂടെ ചെയ്യാനുള്ളൊരു ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എല്ലാം ചെയ്തു വരുന്നതേ ഉള്ളൂ കേട്ടോ. സോ പാക്കിംഗ് ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. നമ്മൾ സെപ്പറേറ്റ് ആയിട്ടാണ് സാധനങ്ങളൊക്കെ സെപ്പറേറ്റ് ആയിട്ട് തന്നെയാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ലിസ്റ്റ് ചെയ്തിട്ട് നമ്മൾ കുറച്ചുകൂടെ പാക്കിംഗ് ഒക്കെ ഈസി ആവുന്നതുകൊണ്ട് ഇനി കുറച്ച് പണികളും കൂടെ ഉണ്ട്. നാളെ ആണെങ്കിൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും വർക്കിംഗ് ഡേ കൂടിയാണ്. അപ്പോൾ ഷിഫ്റ്റ് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പോവാൻ ഡിസൈഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇപ്പം സമയം ഇപ്പോൾ ഒരു 11 o'clock ആയി. നല്ല ഉറക്കൊക്കെ വരുന്നുണ്ട്. പക്ഷെ കംപ്ലീറ്റ് ചെയ്യാതെ ഉറങ്ങിയാൽ നാളെ വന്നിട്ട് പിന്നെ ഒന്നിനും ടൈം ഉണ്ടാവില്ല. സോ ഇന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്തിട്ട് ഒരു മാക്സിമം ഒരു 1 hour കൂടി എടുത്ത് കംപ്ലീറ്റ് ചെയ്തിട്ട് പെട്ടെന്ന് തീർക്കണം. യാ, ദാറ്റ്സ് ഇറ്റ്. എന്റെ കുറെ ഐറ്റങ്ങളാണ് കേട്ടോ. ഇതിന്റെ കുറെ എന്താണ് ഇങ്ങനത്തെ കുറെ ഐറ്റങ്ങൾ ഞാൻ ഒരു പാക്ക് ചെയ്ത് വെച്ചത്. ഇത് മൊത്തം എന്റെ all set. Yay! പോവല്ലേ? എല്ലാം എടുത്തില്ല, ഒന്നും മറന്നില്ലല്ലോ. ഒന്നും മറന്നില്ല എന്ന് വിചാരിക്കുന്നു. എന്തൊക്കെയോ ഒരു മറന്ന പോലെ ഒരു ഫീൽ. ഇപ്പൊ കുളിച്ചു വന്നുള്ളൂ അപ്പൊ അതുകൊണ്ട് മുടി ഒന്നും സെറ്റ് ചെയ്യാൻ പറ്റിയില്ല. കുറച്ച് ലേറ്റായി ആസ് യൂഷ്വൽ. ഞങ്ങൾ എയർപോർട്ടിൽ ചെക്കിനൊക്കെ കഴിഞ്ഞ് ചെക്കിനാണ്. എല്ലാം പെട്ടെന്നായിരുന്നു, അതുകൊണ്ട് ഒന്നും പ്ലാൻ ചെയ്തിട്ട് പ്രോപ്പറായിട്ട് എടുക്കാൻ പറ്റിയില്ല. ഇന്ന് ഡ്യൂട്ടി ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞിട്ടാണ് എല്ലാം പ്ലാൻ ചെയ്ത് ഇങ്ങോട്ട് കയറി. സോ നടന്നു തോന്നി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. ഇവിടുത്തെ എയർപോർട്ടിലെത്തിയാൽ KFC കഴിച്ചില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല. ലേറ്റ് ആയി, എന്നാലും ഞങ്ങൾ പോയിട്ട് നോക്കട്ടെ എന്തെങ്കിലും നടപടി ആവുമെന്ന്. ഇപ്പൊ തന്നെ 1 മണിയായി. സമയം 1:40 ആണ് നമ്മുടെ ഫ്ലൈറ്റിന്റെ ടൈം. I have my friend, so yes. KFC കാണില്ല. മെഗ്ഡി കഴിക്കാന്ന് വിചാരിച്ചു. അയ്യോ ദേ KFC ചൊച്ചു. ജസ്റ്റ് മിസ്. കുറച്ച് മുമ്പിൽ KFC ഉണ്ടായിരുന്നു. ഇവിടുന്ന് KFC കഴിക്കാൻ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇപ്പൊ സത്യം പറഞ്ഞാൽ വലിയ വിശപ്പൊന്നും ഇല്ല, എന്നാലും ബർഗർ ഓർഡർ ചെയ്തിട്ടുണ്ട്. KFC കഴിക്കാനുള്ള ആഗ്രഹം കൊണ്ടാണ് ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. ഓർഡർ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഫ്രണ്ടിൽ ഇത് കാണുന്നത്. എനിവേ, ബർഗർ കഴിച്ചിട്ട് ഈ തവണ അഡ്ജസ്റ്റ് ചെയ്യാം.
സത്യം പറഞ്ഞാല് മര്യാദയ്ക്ക് ഒരു ഇൻട്രോ എടുക്കാനൊന്നും പറ്റിയില്ല കേട്ടോ. ഇന്ന് ഡ്യൂട്ടി ഉള്ള ഒരു ദിവസമായിരുന്നു. അപ്പോൾ ഞങ്ങള് ഡ്യൂട്ടി കഴിഞ്ഞ് ഈ ദിവസം ചുമ്മാ കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇന്ന് തന്നെയാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ഒന്നിനും ടൈമില്ലായിരുന്നു, എല്ലാം സടപടയെന്നാണ്. അതുകൊണ്ട് വീഡിയോ എടുക്കാനുള്ള ഒരു ടൈം കിട്ടിയില്ല, ഇൻട്രോ ഒന്നും മര്യാദയ്ക്ക് എടുക്കാൻ പറ്റിയില്ല. ഇന്നലെ നൈറ്റ് ഞാൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ അതും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. എല്ലാം കൂടെ ഒരുമിച്ച് വന്നപ്പോൾ ടൈം മാനേജ് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ. പിന്നെ ഞങ്ങൾക്ക് 35 days ആണ് ലീവ് ഉള്ളത്. അപ്പോൾ 35 days അടിച്ചു പൊളിക്കാന്ന് വിചാരിക്കുന്നു. നാട്ടിൽ മഴയും കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ എന്താ പോയിട്ട് എന്താ അവസ്ഥ എന്നൊന്നും അറിയില്ല. എങ്കിലും നമ്മളെപ്പോഴും ഒരു പോസിറ്റീവ് മൈൻഡോട് കൂടെ പോകണല്ലേ. ഇതെപ്പോഴും തോന്നുന്നു ഇപ്പോൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. എന്നാലും എനിക്ക് വിഷമായി. തൊട്ട് മുമ്പിൽ KFC ഉണ്ടായിരുന്നു, അവിടെ വരെ ഞങ്ങൾ അന്വേഷിച്ചിട്ട് വന്നു. അവിടെ എത്തിയപ്പോൾ സ്റ്റോപ്പ് ചെയ്ത് നേരെ മെഗ്ഡി ഓർഡർ ചെയ്തു. അർജു കണ്ടിട്ടില്ല, ഞാൻ പോയി പറയട്ടെ. ചുച്ചു അവിടെ നോക്കിയ, അവിടെ ഫ്രണ്ടിൽ നോക്കിയ, അങ്ങോട്ട് നോക്കിയ. ഞങ്ങള് 2 ബർഗറിൽ സംതൃപ്തി അണയാന്ന് വിചാരിച്ചു അല്ലേ ചോ? പക്ഷെ ഞാൻ KFC മിസ് ചെയ്യുന്നു. ഓപ്പൺ ആയോ? ഓക്കെ, നമ്മുടെ ഗേറ്റ് ഓപ്പൺ ആയിട്ടുണ്ട്. ഇത് വേഗം കഴിച്ചിട്ട് ഫോട്ടോ ചെയ്തു. ഗൈസ്, ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ ഞാൻ മറന്നുപോയി. ഞങ്ങൾ വരുന്ന കാര്യം വീട്ടിൽ പറഞ്ഞിട്ടില്ല കേട്ടോ. ചെറിയൊരു സർപ്രൈസ്, എന്താവുമെന്നൊന്നും അറിയില്ല. നേരെ നാളെ രാവിലെ വീട്ടിലേക്ക് കയറി ചെല്ലാം. അവർക്ക് ഒരു ക്ലൂ ഇല്ല ഞങ്ങൾ വരുന്ന കാര്യം. വരുന്നറിയാം ഒരു 2 months കഴിഞ്ഞിട്ട്. ഇപ്പൊ വരുന്നതിനെ പറ്റി അവർക്ക് യാതൊരു ഐഡിയ ഇല്ല. 2 വീട്ടിലും പറഞ്ഞിട്ടില്ല. സോ അതിന്റെ ഒരു ചെറിയ എക്സൈറ്റ്മെന്റ് കൂടെ ഉണ്ട് കേട്ടോ. എന്താവും നോക്കാം. गाड़ी संख्या 20932 ഇന്നൂർ കൊച്ചുവേളി സൂപ്പർഫാസ്റ്റ്. ഞങ്ങള് കണ്ണൂരെ വീട്ടിലേക്കാണ് കേട്ടോ പോകുന്നത്. അതിന് ഇപ്പം കാലിക്കറ്റ് ആണ് ഫ്ലൈറ്റ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അവിടെ ടാക്സി എടുത്തിട്ട് റെയിൽവേ സ്റ്റേഷനിലെത്തി കോഴിക്കോട്. ഇനി ഇവിടുന്ന് കണ്ണൂരെത്തണം. ഞങ്ങളെ വീട് കണ്ണൂരേക്ക് ചേഞ്ച് ചെയ്തുകൊണ്ട് കണ്ണൂരേക്കാണ് ഈ തവണ പോകുന്നത്. കഴിഞ്ഞ തവണയൊക്കെ കാലിക്കറ്റ് തന്നെയായിരുന്നു, ഈ തവണ കണ്ണൂരാണ് കേട്ടോ. കുറെ സമയം പോയി, പക്ഷെ എന്നാലും ഒരു രസം പറയാതെ പോകുന്നു. കണ്ണൂരേക്ക് ഫ്ലൈറ്റ് നോക്കിയപ്പോ ഞങ്ങൾക്ക് കിട്ടിയില്ല. അപ്പൊ കാലിക്കറ്റ് ആണ് ബുക്ക് ചെയ്തത്. തലശ്ശേരി എത്തണം. തലശ്ശേരിക്ക് ഒരു 1/2 hour 45 minutes അത്രയും ആണ് പോകുന്നത് കേട്ടോ. പിന്നെ അവിടുത്തെ കുറച്ചുകൂടെ പോവാൻ ഞങ്ങൾ ആക്ച്വലി വീട്ടിൽ എന്താ പറഞ്ഞെന്ന് വെച്ചാല് അർജുന്റെ ഒരു ഫ്രണ്ടും വൈഫും ഇന്ന് വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട്. കാരണം ഞങ്ങൾ അവിടെ എത്തുമ്പോൾ വല്ല ഫുഡ് ഐറ്റം കഴിക്കാൻ വല്ലതും വേണമല്ലോ, വിശന്നിട്ടായിരിക്കുമല്ലോ അവിടെ എത്തുക. അപ്പൊ അവരെയും എക്സ്പെക്ട് ചെയ്ത് എന്തായാലും നിൽക്കുന്നുണ്ടാവും. പോയി കഴിഞ്ഞാല് അറിയില്ല എങ്ങനെയൊക്കെ ഞങ്ങൾ അങ്ങോട്ട് പോകാൻ പോകുന്നുണ്ട് അല്ലേ അല്ലേ ചോ? ഞങ്ങളന്ന് ട്രെയിനിൽ കയറിയിരിക്കുകയാണ്.
ലഗേജ് മുകളിൽ വെക്കാൻ നല്ല ബുദ്ധിമുട്ടാണ്, നല്ല വെയിറ്റ് ഉള്ളതുകൊണ്ട് ഒരെണ്ണം ഞങ്ങൾ കഷ്ടപ്പെട്ട് മുകളിലെടുത്ത് വെച്ചു കേട്ടോ. പക്ഷെ രണ്ടാമത്തത് ഇവിടെ തന്നെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. എന്താ വാങ്ങിയെന്ന് വട 5 കുറേ നല്ല ടേസ്റ്റ് കഴിക്കട്ടെ. ഹലോ, ഹലോ. ഹലോ ചിയാൻഡി. അങ്ങോട്ട് നോക്കോ, പുറത്തുനിന്ന് വന്നോ, പുറത്തുനിന്ന് വന്നോ. അമ്മ അങ്ങനെ എന്താ പറ്റി? കാരണം ഞാൻ വിളിച്ചപ്പോ ഒന്നും പറ്റി ഒന്നുമില്ല. ഇന്നലെ മാത്രമേ വിളിക്കാത്തല്ലോ. ഇന്നലെ പക്ഷെ ഞങ്ങൾ വിളിച്ചത് ലേറ്റ് ആയിപ്പോ. ഫ്ലൈറ്റ് ഉടനെ 40 ഞങ്ങൾ 11 മണിയായപ്പോ പുലർച്ചെ. പിന്നെ ഇന്നലെ ഡ്യൂട്ടി ഇല്ലായിരുന്നു, അത് കഴിഞ്ഞ് വന്നു 10:45 കിടന്നപ്പോ ഞാൻ കോൾ ഇങ്ങനെ, ഞാൻ ജയശേഖരനോട് ചോദിച്ചു ഇങ്ങനെ ഫോണിലാരോ രാത്രി വിളിച്ചിരുന്നു. ഫോൺ സൈലന്റ് ആയിരുന്നു, രാത്രി വിളിച്ചില്ല. ഞാൻ പറഞ്ഞ കോള് ഉണ്ടായിരുന്നു. ഞാൻ വിളിച്ചു നോക്ക്. മാമ എന്നെ കണ്ടില്ല കാറിൽ വരുമ്പോ? ഒരു ടാക്സിയില് ടാക്സി വന്നു, ഞാൻ കാണുന്നില്ല. മാമൻ കണ്ടു പെട്ടു. അപ്പൊ എന്നോട് നോക്കല്ലേ നോക്കല്ലേ മാമൻ കാണുന്നു. ഞാൻ ഡിസൈറിൽ വന്നു. ഞാൻ നിങ്ങളെല്ലാം വീഡിയോയിൽ വന്നിട്ടുണ്ട് കേട്ടോ. ഡിസൈർ തിരിച്ചു പോലെയുള്ളുണ്ട്, അന്നിങ്ങ് കാണുന്നുണ്ട്. തേങ്ങ ഓടിക്കുന്നുണ്ടല്ലോ. ഇനിയിപ്പോ എന്താ, ഇനി ഒന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് ഒന്ന് സുഖമായിട്ട് ഉറങ്ങണം. ലഞ്ചൊക്കെ കഴിച്ചു. പിന്നെ ഇനിയിപ്പോ എന്റെ വീട്ടിൽ പോകുമ്പോ ബാക്കി കാണിക്കാം കേട്ടോ. ഓക്കെ ഗൈസ്, ഞങ്ങള് ഇപ്പൊ എന്റെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. ഇപ്പൊ 2 ദിവസമായല്ലേ നമ്മള് വന്നിട്ട്, 2 ദിവസമായി. വീട്ടിലെല്ലാരും നല്ല സർപ്രൈസ് ആയി കേട്ടോ. പക്ഷേ അച്ഛന്റെ അമ്മേന്റെയും റിയാക്ഷൻ എനിക്ക് അങ്ങോട്ട് സൂം ചെയ്ത് എടുക്കാൻ പറ്റിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങള് വന്നിറങ്ങി അവരിപ്പോ ഇങ്ങനെ ഭയങ്കര സർപ്രൈസ്ഡ് ആയി നിൽക്കുമ്പോ അപ്പോഴാണ് ഞാനിങ്ങനെ, അമ്മയുടെ കയ്യിൽ ചെറിയൊരു ഫ്രാക്ചർ ഉണ്ടായിരുന്നു. തലേ ദിവസമാണ് കേട്ടോ പറ്റിയത്. ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല, കാരണം ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നതായതുകൊണ്ട് വിളിച്ചിട്ടും പറഞ്ഞിട്ടും ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ ചെറുതായിട്ടൊന്ന്, വലിയ ഫ്രാക്ചർ ഒന്നുമില്ല, ചെറിയ ഫ്രാക്ചറാണ്. പക്ഷെ ഇങ്ങനെ ഇമ്മൊബിലൈസ് ചെയ്ത് വെച്ചേക്കായിരുന്നു കൈ. അപ്പോ അത് കണ്ടപ്പോ പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്ന അവരുടെ ഫേസ് ഒന്ന് സൂം ചെയ്തൊന്നും ഞാൻ എടുത്തില്ല. ഞാൻ സ്റ്റോപ്പ് ചെയ്ത് അതെന്താന്ന് ചോദിച്ച് പിന്നെ അതൊന്നും എടുക്കാൻ പറ്റിയില്ല. പക്ഷെ അവര് ശരിക്കും സർപ്രൈസ്ഡ് ആയി. ഞങ്ങൾ ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ, അർജുന്റെ ഫ്രണ്ടും വൈഫും വരുമെന്ന് ഞങ്ങള് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അവരെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ടാക്സി വന്നപ്പോ അവര് വിചാരിച്ചത് ഇവരായിരിക്കും. പക്ഷെ ഇറങ്ങിയപ്പോഴാണ് ആള് ഇറങ്ങിയപ്പോഴാണ് അവര് ശരിക്കും ഞെട്ടുന്നത്. അടിപൊളിയായിരുന്നു. പിന്നെ മാമിയും ആന്റിയൊക്കെ വന്ന് അവരും എന്താ ശരിക്കും ഞെട്ടി. അവരോടൊക്കെ, കാരണം അവരുടെ വീടൊക്കെ ഇങ്ങനെ അടുത്തടുത്താ വരുന്നത്. അപ്പോ എല്ലാരും അടുത്തടുത്ത സ്ഥലത്താണ് വീടുള്ളത്. അപ്പൊ അവരെല്ലാരും അറിയായിരുന്നു ഇങ്ങനെ വീട്ടിൽ വരുന്നുണ്ടെന്ന്.
ഫ്രണ്ടും വൈഫും വരുന്നുണ്ടെന്ന്. അപ്പോൾ അവരെല്ലാരെയും വിളിച്ചിട്ട് അവരെത്തിയിട്ടുണ്ട് ഇങ്ങനെ കാണണം എന്ന് പറഞ്ഞപ്പോൾ അവർ ഓരോരുത്തരായിട്ട് വന്നു. പക്ഷെ വന്നപ്പോൾ ഞങ്ങളായിരുന്നു എല്ലാവരും ഞെട്ടി കേട്ടോ. കാരണം അവർക്കൊരു ക്ലൂ ഇല്ലായിരുന്നു. കാരണം ഞങ്ങൾ ഓണം കഴിഞ്ഞിട്ട് ചിലപ്പോൾ വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്റെ കൈ കഴിക്കും. ഓണം കഴിഞ്ഞിട്ട് ചിലപ്പോൾ വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അവര് ഇപ്പൊ എന്തായാലും ഞങ്ങളെ പ്രതീക്ഷയൊന്നുമില്ല ഇല്ല. സോ അടിപൊളിയായിരുന്നു. ഇനിയിപ്പോ എന്റെ വീട്ടില് ഞാൻ ഇതുവരെ 2 ദിവസം ഞാൻ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്തു, വിളിക്കാതെ മെസ്സേജ് ഒക്കെ അയച്ച് ഞാൻ ബിസിയാണ്, നൈറ്റ് ഷിഫ്റ്റ് ആണ്, ഈവനിങ് ഷിഫ്റ്റ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് കുറെ അഡ്ജസ്റ്റ് ചെയ്തു കേട്ടോ. ഇനിയിപ്പോ ഇന്ന് വീട്ടിലേക്ക് പോവാണ്. വീട്ടില് അച്ഛനും അമ്മയും വീട്ടിലുണ്ടോ എന്നുള്ള കാര്യം എനിക്ക് അത്ര ഉറപ്പില്ല. സോനു സ്കൂളിൽ പോയിട്ടുണ്ടാവും. ഇനി വീട്ടിലെത്തിയിട്ട് നോക്കാം. അനിയത്തിനെ കൊണ്ട് ഞാൻ മെസ്സേജ് അയപ്പിച്ചിട്ടുണ്ട് അമ്മ എവിടെ ഉണ്ടോന്ന് അറിയാൻ വേണ്ടിയിട്ട്. സോ റിപ്ലൈ ഒന്നും വന്നിട്ടില്ല. ഇനിമേൽ എത്തി ഇവിടുന്ന് ഞങ്ങളിപ്പോ ഒരു 1.5 hour ഉണ്ട് കേട്ടോ ഞങ്ങൾക്ക് ഇവിടുന്ന് വീട്ടിലേക്ക്. കാരണം ഇതാണ് ഞങ്ങൾ കണ്ണൂരുള്ള വീട്ടിലേക്കാണ് വന്നിട്ടുള്ളത്. എന്റെ വീട് ഞങ്ങൾ ആക്ച്വലി ഞങ്ങളുടെ രണ്ടുപേരുടെ വീട് കോഴിക്കോട് തന്നെയാണ്. പക്ഷെ ഇപ്പം കണ്ണൂരേക്ക് ഞങ്ങൾ ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത്തവണ ഞങ്ങൾ കണ്ണൂരേക്കാ വന്നത്. കാലിക്കറ്റ് ആക്ച്വലി ഇറങ്ങിയത്, അവിടുന്ന് നേരെ അർജുന്റെ വീട്ടിലേക്കാണ് ഡയറക്റ്റ് വന്നത്. 2 days ആയി. ഇനിയിപ്പം എന്റെ വീട്ടിൽ അമ്മയ്ക്ക് ഇങ്ങനെ ചെറിയ ഡൗട്ടൊക്കെ ഉണ്ട്. കാരണം ഞാൻ വിളിക്കാത്ത മെസ്സേജ് അയക്കാറുണ്ട്. പക്ഷെ വീഡിയോ കോള് അധിക ദിവസവും വിളിക്കുന്നതാണ്. അപ്പൊ പെട്ടെന്ന് എന്റെ അമ്മ ഇവിടെ ഉള്ള ആളുകളൊക്കെ എന്താ ഇങ്ങനെ നടു റോട്ടിലൂടെ നടക്കുന്നത്, ഹോൺ അടിച്ചിട്ട് പോലും മാറുന്നില്ല. അയ്യോ എന്തേലും ആട്ടെ. അങ്ങനെ നമ്മളിവിടെ 1.5 hour ഉണ്ട് കേട്ടോ. ഞങ്ങള് കൊറേ ഊട് വഴിയിലൂടെയൊക്കെയാണ് പോകുന്നത്. കുറച്ച് സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് വഴിയൊക്കെ കൺഫ്യൂഷനൊക്കെ ആയിരുന്നു കേട്ടോ. എപ്പോഴും പോകുന്ന വഴിയൊന്നും അല്ലല്ലോ. സോ അയ്യോ എല്ലാരും എന്നെ തന്നെ ഇങ്ങനെ നോക്കും. ഇവിടെ എന്തോ പ്രോഗ്രാം ആണെന്ന് തോന്നുന്നു അല്ലേ, PTA മീറ്റിംഗ് എന്തോ ആണ്. ഒരു സ്കൂള് കണ്ടു ഇവിടെ നിറയെ പാരന്റ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ PTA മീറ്റിംഗ് എല്ലാം തോന്നുന്നു. എനിക്കിപ്പോ വീട്ടിലെത്തിയിട്ട് അമ്മയ്ക്ക് എന്തായാലും ഒരു പ്രതീക്ഷിക്കുന്നൊന്നും ഉണ്ടാവില്ല എന്നാണ് എൻ്റെ ഒരു ഇത്. ഞങ്ങൾക്ക് പോയിട്ട് നോക്കാട്ടോ. ഞാൻ അവരുടെ റിയാക്ഷനൊക്കെ കാണിച്ചു തരാം. സോനുവിന്റെ അടുത്തൊന്ന് പോകണമെന്നുണ്ട്. പക്ഷെ അവൻ ഇന്ന് സാറ്റർഡേ ആയതുകൊണ്ട് അവന് സ്കൂൾ ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് ചെറിയൊരു ഡൗട്ട് ഉണ്ട്. അത് ഞാനിപ്പോ തത്തേൻ്റെ അടുത്ത് വിളിച്ചു ചോദിച്ച് ഒന്ന് കൺഫേം ആക്കട്ടെ. അല്ലേ ചോ? പിന്നെ പോകുന്ന വഴിയിൽ ഒരു കാര്യം കൂടെ എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ലഞ്ച് കഴിക്കണം. ലഞ്ച് വീട്ടിൽ പറയാതെ പോകുന്നോണ്ട് അവിടെ പ്രത്യേകിച്ച് ഫുഡൊന്നും ഉണ്ടാകാനുള്ള യാതൊരു ചാൻസും ഞാൻ കാണുന്നില്ല. സോ ഇനിയിപ്പോൾ ഫുഡൊന്നും കഴിച്ചിട്ട് നേരെ വീട്ടിലേക്ക് എത്തും. ഇനിയിപ്പോൾ ഒരു 45 minutes കൂടിയേ ഉള്ളൂ. കഴിഞ്ഞാൽ ഡയറക്റ്റ് വീട്ടിലേക്ക് എത്തും. അപ്പൊ കാണട്ടോ. എന്റെ സ്ഥലം കണ്ടോ അല്ലെ? എന്റെ സ്ഥലം ആയിട്ടില്ല. ഞങ്ങൾ പോകുന്ന റൂട്ട് കണ്ടോ? നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിട്ട്. വൈഡ് ആംഗിൾ. ഓക്കെ, ഫുൾ ഗ്രീനറി ആയിട്ട് നമ്മുടെ ദുബായ് ടു ഈ ഒരു ട്രാൻസിഷൻ അടിപൊളിയാണ് കേട്ടോ. ഫുൾ പച്ചപ്പാണ്. പിന്നെ മഴയും കൂടി ആയതുകൊണ്ട് ഇവിടെയൊക്കെ പക്ഷെ ഈ റോഡിലുള്ള കുഴികൾ അത്ര സുഖമില്ല. പക്ഷെ കാഴ്ചകളൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഞങ്ങൾ ഏതോ ഒരു എന്താ പറയാ, ഇതിനെന്താ പറയാ, ഊടുവഴി കൂടിയാണ് കേട്ടോ പോകുന്നത്. ഗൈസ് ഞാൻ പോവാണ് കേട്ടോ. അമ്മേന്റെ ഷോപ്പിലേക്കാ പോകുന്നത്. കണ്ടെന്ന് തോന്നുന്നു പറയാം. ഇറങ്ങ പറഞ്ഞില്ല പറഞ്ഞു. രസമുണ്ട്. ഗൈസ് ഇതാ അമ്മേനെ പിടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പൊ അച്ഛൻ വീട്ടിലാണത്. പറഞ്ഞിനെങ്കിൽ നല്ല ഫുഡ് ഉണ്ടാക്കി വെക്കില്ല. അമ്മ ആരാന്നാ വിചാരിച്ചേ? പറ. ഞാൻ
വിചാരിച്ച് ഇവിടെ അടുത്തുള്ള വരും ഇങ്ങനെ ഈ ദീപന്റെ അത്ര ഉള്ള പൊക്കമുള്ള ഒരു ഭാര്യമാരുമായിട്ട് അത് ഓരാണെന്ന് വിചാരിച്ച് പെട്ടെന്നല്ലേ മനസ്സിലിങ്ങനെ ആലോചിക്കുന്നുണ്ട്. എന്നാലും ഇവിടെ അടയ്ക്ക് വരുന്ന ഒരു പ്രതീക്ഷ കാല് മുതലാ നോക്കി തുടങ്ങി. അതാണ് മുഖത്തേക്ക് നോക്കിയില്ല, ലാസ്റ്റാ നോക്കിയേ. ഇപ്പൊ വരുമെന്ന് വിചാരിച്ചിരുന്നോ? വരുന്ന കഴിഞ്ഞ ആഴ്ചയൊക്കെ ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. പിന്നെ തത്തറിഞ്ഞ അമ്മ പോലെ ആർന്ന് വന്നിട്ടൊന്നുമില്ല. അന്നേരം പിന്നെ അതങ്ങ് മറന്നുപോയി. പിന്നെ എന്നായാലും വിളിക്കട്ടെ വിചാരിച്ചു. ഇന്നലെ എത്തി, ഞങ്ങൾ ഒരു ദിവസം എത്തി. ഞാൻ പിന്നെ മെസ്സേജും വിളിച്ചിട്ടൊന്നുമില്ല. മനസ്സിലാവുമല്ലോ, വീഡിയോ കോൾ എന്താ പിടിക്കൂലേ. അച്ഛനിങ്ങനെ പറയുന്നുണ്ട് വീഡിയോ കോൾ ചെയ്യുന്നൊക്കെ വോയിസ് ഇടുന്നിട്ട്. അച്ഛന്റെ വോയിസ് കിട്ടി ഇവിടെ. അതിനിപ്പോ അച്ഛനെ പോയി നോക്കട്ടെ, അച്ഛൻ ഉണ്ടാവും നോക്കാം. കേസിട്ടുണ്ടാവും അടുക്കളയിലൊക്കെ പോയി നോക്കട്ടെ. നല്ല പോയാ മതി കേട്ടോ. യെസ്, ഇതാണ് കേസിന്റെ വീട്. മെല്ലെ പൊക്കോ. അയ്യോ മെല്ലെ, ഞാൻ തട്ടടുത്തേ. ഹലോ, ആരാ? ഇനി വിളിച്ചറിയാഞ്ഞ് നിങ്ങൾ എന്ന് വന്നിക്കാന്താ ഒന്ന് വിളിക്കാഞ്ഞത്? ചിന്നമോളുടെ ഓരോ കളികളാ. ഇവള് തിരക്കാ, ഡ്യൂട്ടീന്റെ തിരക്കാന്ന്. ഞാൻ പിന്നെ റിപ്ലൈ ഒന്നും അയച്ചില്ല. പിടിച്ചാ പിടിക്കും. അതെ, വാ അങ്ങോട്ട് വാ. നോക്കി നിൽക്കല്ലേ. ഇങ്ങനെയാണ് കാര്യങ്ങൾ. എന്നാലും ഒന്ന് പറയല്ലേ. സർപ്രൈസ് ആക്കിയല്ലേ ഞാൻ വിചാരിച്ചു ഇപ്പൊ പുറത്തിരിക്കുന്നുണ്ടാവുന്നു. ഞാനിപ്പോ ഇവിടെ ഇരുന്നാ പുറത്തിരിക്കാതെ നന്നായില്ലേ, പെട്ടെന്ന് പിടിക്കും. സുബ, മാമി ഇന്നലെ എങ്ങനെയായിരുന്നു? ഇങ്ങനെ ലോഗ്യം പറഞ്ഞു. പിന്നെ ഒന്നുകൂടെ സൂക്ഷിച്ചു നോക്കുന്ന. ഇല്ലാത്ത കാറല്ലേ, പുതിയ കാറാ. ഒരു ഭക്ഷണം ഒന്നും കഴിച്ചില്ല. സോന് വരുന്നുണ്ട്, നമുക്ക് പോയി നോക്കട്ടോ. സോനുന്റെ മുഖം എട്ടോ, സോനു പേടിച്ചിരിക്കുക. ഇവിടെ കാണുക അന്നേരാണ്. ഇതെങ്ങനെ വന്ന്? നെയ്മർ ജൂനിയർ. അവിടെ ഇങ്ങനെ ഏത് നോക്കുക, ഇങ്ങനെ നടന്നു വരിക. കളിച്ചു വരിക അല്ലേ? ഞങ്ങൾ അങ്ങോട്ട് വരാൻ നോക്കിയിരുന്നു. കെട്ടുപോയത് ഞാൻ അങ്ങോട്ട് വരാൻ നോക്കിയായിരുന്നു നിന്നെ പിക്ക് ചെയ്യാൻ. എല്ലായിടത്തുണ്ട്. സുഭാഷിന് ഇവിടെയാ നോക്കുന്നത്. ഈ രാവിലെ കളിക്കാൻ പോയി ഇപ്പഴും കളിക്കാൻ പോവാ? ഗൈസ്, ഫുഡൊക്കെ റെഡിയായി. അച്ഛൻ പെട്ടെന്ന് പോയിട്ട് ബിരിയാണി ഒക്കെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ട്. നല്ല വിശക്കുന്നുണ്ടായിരുന്നു, കാരണം ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് വന്നതാണ്. പിന്നെ അതിൻ്റെ ഇടയിൽ ഒന്നും കഴിച്ചിട്ടില്ല. ചൂവാ കഴിക്കാം. ഇല്ല ഇല്ല ഇല്ല, ഇവിടെ ഇരുന്നു. ഞാൻ അങ്ങനെ എന്നെ കാണിക്കണ്ട, ഞാൻ എടുത്തരാ ചൂന. എന്നെ എടുക്കണ്ട. കിട്ടി 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 കിട്ടി. ഈ ചിക്കി അച്ഛാ, എന്തോ കക്കിരി കട്ട് ചെയ്യുന്ന തിരക്കില്ല. ഇവിടെ ഇരിക്കും. അമ്മ കഴിച്ചതാ, ഫുഡ് കഴിച്ചതാ. കുറച്ച് ഇരുന്ന് കഴിച്ചു ഇവിടെ.
കുറച്ച് കുറച്ച് കഴിച്ചോ? ഇരുന്നോ ഇരുന്നോ ഇരുന്നോ. ആരും ഒരുമിച്ചിരിക്കും. എവര് രണ്ടാളും കഴിച്ചോ? ഒരുമിക്കാനില്ല, നമ്മളേ ഉള്ളൂ. ഭക്ഷണം കഴിച്ചത്. വിശക്കൊന്നുമില്ലപ്പോ. രാവിലെ ചവിടിച്ചല്ലേ. വിശക്കുന്നില്ല അങ്ങനെ. വൈകി. വരിക. വരുമ്പോ ഇവിടെ ഇറങ്ങിച്ച് കഴിക്കാൻ നേരം പിന്നെ ഒന്നും കണ്ടില്ല. ഞങ്ങൾ കുറെ ഊട് വഴി കൂടി ഒക്കെ വന്നു. എന്താ അച്ഛൻ കഴിക്കും. സോ ഗായ്സ്, എൻ്റെ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇന്നലെ കൺക്ലൂഷൻ എടുക്കാൻ ആക്ച്വലി വിട്ടുപോയി കേട്ടോ, ഞാൻ മറന്നുപോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ പുറത്തൊക്കെ പോയി വന്നു, പിന്നെ ആ കാര്യമേ വിട്ടുപോയി. ഇന്ന് ഞാൻ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് കൺക്ലൂഷൻ്റെ കാര്യം ഓർമ്മ വന്നത്. സോ യാ, ഇനി എൻ്റെ അടുത്തൊരു വ്ളോഗ് ആയിട്ട് കാണുന്നവരെ ടിൽ ദെൻ ബൈ ബൈ.